ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പലപ്പോഴും നിങ്ങൾ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു വലിയൊരു ഇഷ്യൂ ആണ് വാഹനം റിവേഴ്സ് എടുക്കുന്ന സമയത്ത് കൂടുതലും ഒരു സൈഡിലോട്ട് ചെരിഞ്ഞു പോകുന്നത്. എന്തുകൊണ്ടാണ് ഇതൊരു സൈഡിലോട്ട് തന്നെ പോകുന്നത്? അതായത് നമുക്ക് കറക്റ്റ് സ്ട്രെയിറ്റ് റിവേഴ്സ് എടുക്കാൻ പറ്റുന്നില്ല. റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ഏതൊക്കെ ഗ്ലാസ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇതിനെക്കുറിച്ചാണ് ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും സ്റ്റാർട്ട് ചെയ്യാം. വാഹനത്തിലോട്ട് കയറാം. വാ. അതായത് നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ചെരിഞ്ഞു പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മൾ ഈ 3 ഗ്ലാസ്സുകൾ, അതായത് നമ്മുടെ റൈറ്റ് സൈഡിലെ ഗ്ലാസ്, സെൻട്രൽ ഗ്ലാസ്, ലെഫ്റ്റ് സൈഡിലെ ഗ്ലാസ്, ഈ 3 ഗ്ലാസും വളരെ കൃത്യമായിട്ട് തന്നെ ശ്രദ്ധിക്കുക. പിന്നെ റോഡിലുള്ള ലൈൻസും കൂടെ ശ്രദ്ധിക്കുക. നമുക്കിപ്പോൾ ഈ ഫ്രണ്ടിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്ന പോലെ ഈ റോഡിലെല്ലാം ലൈൻസ് കൊടുത്തിട്ടുണ്ട് വളരെ കൃത്യമായിട്ട്. അപ്പോൾ ഈ ഒരു ലൈൻ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഗൈഡ് ലൈൻ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ സാധിക്കും. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാനൊരു അല്പം കൂടെ ഫ്രണ്ടിലോട്ട് ഈ വാഹനം എടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ ഗ്ലാസ്സിൽ ഞാൻ ആ ലൈൻ ഇപ്പം വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, നല്ല ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ആ ലൈൻ കാണാൻ സാധിക്കുക, റോഡിലുള്ള ലൈൻ മാർക്കിങ്. പക്ഷേ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, റിവേഴ്സ് എടുക്കുന്ന സമയത്ത് സെൻട്രൽ മിററും കൂടെ ശ്രദ്ധിച്ചോണം. കാരണം സെൻട്രൽ മിററിൽ ബാക്കിൽ വേറെ വാഹനങ്ങളില്ല എന്നുള്ളത് കൺഫേം ആക്കിയതിന് ശേഷം മാത്രം ചെയ്യാവുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് ആ ലെഫ്റ്റ് സൈഡ് നോക്കിയിട്ട് ഈ കൊടുത്തിരിക്കുന്ന ഒരു ലൈനിൽ തന്നെ എനിക്ക് റിവേഴ്സ് എടുക്കാൻ സാധിക്കും. ഇങ്ങനെ റിവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ വാഹനം ഒരു സൈഡിലോട്ട് പോവാതെ വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് റിവേഴ്സ് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ഇതിപ്പോൾ ഞാൻ ലെഫ്റ്റ് സൈഡ് മാത്രമാണ് കാണിക്കുന്നത്. ഇനിയിപ്പോൾ റൈറ്റ് സൈഡിൽ റിവേഴ്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, റൈറ്റ് സൈഡ് ചേർന്നാണ് എടുക്കുന്നതെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ലൈൻ നോക്കി എടുക്കുക. ഇനി അതല്ല, ഈ ഒരു സൈഡിൽ കൂടെ തന്നെയാണ്, ഏത് സൈഡിലാണ് നമ്മൾ എടുക്കുന്നത് ആ സൈഡിലെ ലൈൻ നോക്കി തന്നെ എടുക്കുക. അപ്പോൾ എനിക്ക് ഒരു അടുത്ത ചോദ്യം വരാനുള്ള ചാൻസ്, ലൈൻ ഇല്ലാത്തൊരു റോഡാണെങ്കിൽ എന്ത് ചെയ്യും? വളരെ സിമ്പിളായിട്ട് ലൈനിന് പകരം റോഡിൻ്റെ എഡ്ജ്, നമ്മൾ ഈ കാണുന്ന പോലെ ഈ റോഡ് എഡ്ജ് നിങ്ങൾ ശ്രദ്ധിക്കുക. ആ റോഡിൻ്റെ എഡ്ജ് നോക്കി തന്നെ നമ്മൾ റിവേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പക്കയായിട്ട് എടുക്കാൻ സാധിക്കും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മറക്കരുത്, സെൻറ്റർ നോക്കുക, റൈറ്റ് സൈഡ് നോക്കുക, വേറെ വാഹനങ്ങൾ വരുന്നില്ലല്ലോ എന്ന് കൺഫേം ആക്കിയതിന് ശേഷം മാത്രം റിവേഴ്സ് എടുക്കുക. കാരണം വേറെ ആക്സിഡൻസും കാര്യങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റിവേഴ്സ് എടുക്കാൻ ബുദ്ധിമുട്ടുള്ള എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു.